അപ്പം ബിഗ് ബോസ് ഹൗസിലെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികളുണ്ട്, അനീഷും അനുമോളും. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരാണ് അവിടുത്തെ ചർച്ചാ വിഷയം. അനുമോൾ എന്തുകൊണ്ടാണ് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഉള്ളതുകൊണ്ടാണ് അനുമോളിൻ്റെ ചർച്ചാ വിഷയം ഉണ്ടായിരുന്നത്. ഇന്നിപ്പം അനീഷും കൂടി ഇൻക്ലൂഡ് ആയി എന്തുകൊണ്ടാണ് അനീഷിൻ്റെ ഒരു പ്രപ്പോസലും പിന്നെ അനുമോളുടെ പ്രകടനവും അനീഷിൻ്റെ പ്രകടനവും ഒക്കെ കൂടി നോക്കിയിട്ട് ഇപ്പോൾ ഫുൾ ചർച്ച അവരാണ്. ഇനി ഞാൻ പറയുകയാണെങ്കിൽ അനുമോളുടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി, ഇന്നലെയൊക്കെ അനുമോൾ ഒറ്റപ്പെട്ടന്നെ ഇരിക്കുകയായിരുന്നു. അനീഷായിരുന്നു അനുമോളുടെ ഒരു സുഹൃത്തായിട്ടുണ്ടായിരുന്നത്. ഫുൾ ടൈം അവർ കൂടെയായിരുന്നു. അനീഷിന് ഭയങ്കര കരുതലാണ് അനുമോളിന്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര കരുതലാണ്. അനുമോളുടെ തെറ്റുകളൊന്നും തെറ്റേയല്ല. അനുമോളെ സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരെ കേൾക്കാതിരിക്കുക, ഇതൊക്കെ അനീഷിൻ്റെ ഒരു ഗെയിമും അനീഷിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും അത് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും. അത് ഒബ്വിയസ്ലി അനീഷിൻ്റെ ഫാൻസ് അല്ല, കണ്ണടിച്ച് പോകുന്ന ഫാൻസ് അല്ല, നോർമൽ അനീഷിനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരെന്നാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും നെഗറ്റീവായിട്ട് തോന്നും. കാരണം അനീഷ് എന്നുള്ള വ്യക്തി അവിടെ മുഖം നോക്കാതെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയും. അതായത് ഇന്നയാൾ തെറ്റാണെങ്കിൽ അത് ഇന്നയാൾ തെറ്റാന്ന് പറയും. അത് അനീഷിന് പറ്റുന്നുണ്ടായിരുന്നില്ല, കുറേ നാളായിട്ട് അനീഷിന് പറ്റുന്നുണ്ടായില്ല. ഇന്നാണ് അതിൻ്റെ ഒരു എന്താണ് റീസൺ എന്ന് ക്ലാരിറ്റി കിട്ടുന്നത് ഒരുവിധം. ആ ക്ലാരിറ്റി കിട്ടുന്നത് വെച്ചാൽ അനീഷിന് അവിടെ അനുമോളോടൊരു ഫീലിങ്സ് ഉണ്ട്. അത് ഇന്ന് തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ആ ഫീലിങ്സ് ഇനിയിപ്പോൾ ഗെയിമിന് വേണ്ടിയിട്ടാണോ എന്നുള്ളത് നമ്മൾ നോക്കി കാണണം. ഗെയിമിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ അനീഷിന് ശരിക്കും ഫീലിംഗ് ആണോ എന്നുള്ള എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം ഞാൻ അത് എന്താണെന്ന് പറയാം. അപ്പോൾ എന്തായാലും അനീഷ് അനുമോളോട് പറയുവാണ്, നമുക്ക് കല്യാണം കഴിച്ചാലോ, എന്താണ് അനുമോളെ നമുക്ക് കല്യാണം കഴിച്ചാലോ, എന്താണ് അഭിപ്രായം എന്നുള്ളത്. അപ്പോൾ അനുമോൾക്ക് അവിടെ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. ഇനി അനുമോൾക്ക് എന്താ മിണ്ടാൻ പറ്റാത്തത് ഞാൻ പറയാം. അനുമോൾ കുറച്ച് നാളായിട്ട് അനീഷായിട്ട് ഈ ഒരു കോംബോ നാടകം കളിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഒരു വെറുതെ ഒരു കളിയാക്കൽ, ആ കളിയാക്കൽ കാര്യമായി എന്നുള്ളൊരു പേടിയിലാണ് അനുമോൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അനുമോൾക്ക് നോയും പറയാൻ പറ്റുന്നില്ല. അനുമോൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. മൈക്കുണ്ട്, ക്യാമറ ഉണ്ട്, അതൊക്കെ ടെൻഷനായി. കാരണം എന്താ അറിയോ, എങ്ങാനും എസ് പറഞ്ഞാൽ നോ പറഞ്ഞാൽ എസ് പറയാൻ പറ്റത്തില്ല. അനുമോൾക്ക് ഇഷ്ടമല്ല. അനുമോൾക്ക് അങ്ങനത്തെ സംഭവം ഇല്ല. അനുമോൾക്ക് ബ്രദറെ പോലെയാണെന്ന് അനുമോൾ അതിലോട് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയാനും പറ്റില്ല. കാരണം ഇത്ര നാളും ഈ എന്താണ് ടീസ് ചെയ്ത് കളിച്ചില്ലേ, കുറേ ലവ് കൊടുത്തതും പിന്നെ മൈജി തലോണിട്ട് എറിഞ്ഞതും അതൊക്കെ നമ്മളൊന്നും മറന്നിട്ടില്ല. അപ്പോൾ പ്രേക്ഷകരും കാണുന്നുണ്ട്. അനുമോൾക്ക് അത് നല്ല ബോധമുണ്ട്. അപ്പം ബ്രദറിന് പറഞ്ഞ ആ ഡയലോഗ് ഇട്ട് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് അടിക്കും. ആർക്ക്? അനുമോൾക്ക്. അതുകൊണ്ട് അനുമോൾക്ക് അവിടെ ഒന്നും പറയാനില്ല. ഇപ്പം കല്യാണം ഇല്ല എന്നൊക്കെ രീതിയിൽ അങ്ങനെ തള്ളി നീക്കിയപ്പോൾ തന്നെ അനീഷിനോട് കാര്യം മനസ്സിലായി. അനീഷ് അവിടെ നിന്ന് എനിറ്റു. എനിക്കറിയില്ല, ഗുരുവായൂർ വെച്ച് എനിക്ക് കെട്ടണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അനീഷ് അവിടെ നിന്ന് എനിറ്റ് പോയിട്ടോ. എന്നാലും അനീഷ് എനിക്ക് പോയിട്ടുള്ള അനീഷിൻ്റെ റിയാക്ഷൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അത് എടുത്ത് പറയും. കാരണം വെച്ചാൽ അനീഷ് എന്തിനാണ് ഒരാൾ മിണ്ടാതെ ആവുന്നത്? നമ്മളൊരാൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് മിണ്ടാതെ ആവേണ്ട ആവശ്യമുണ്ടോ? അത് മിണ്ടാതെ ആയതുകൊണ്ടാണ് എനിക്ക് ഡൗട്ട് അനീഷിൻ്റെ ഗെയിമാണോ. കാരണം നോർമലി എങ്ങനെയാണ് ഒരാൾ ഇഷ്ടമാണെന്ന് വെച്ചാൽ അത് ആരുമില്ല, അവിടെ വേറെ ആരുമില്ല, അങ്ങനെയല്ല നമുക്ക് സമയം ഉടനെ എനിക്ക് പോയി അങ്ങനെ റിയാക്ട് ചെയ്യുന്ന വളരെ ഒരു ബാലിശമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടോ. ശരിക്കും മെച്യൂരിറ്റി ഇല്ലാതെ കൈകാര്യം ചെയ്ത പോലെ എനിക്ക് തോന്നി. അങ്ങനെയല്ല, നോർമലി അങ്ങനെയാണോ ശരി, നമുക്കത് കഴിഞ്ഞിട്ട് ഇനി ഇനി 9 ദിവസം കഴിഞ്ഞാൽ പുറത്തിറങ്ങും. പുറത്ത് വെച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം എന്ന് പറഞ്ഞാൽ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അനുമോൾക്ക് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പുള്ളിക്കാരെ എനിക്ക് പോയതാണ് അനുമോൾക്ക് പിന്നെയും ട്രിഗർ ആയത്. അനുമോൾ വിചാരിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ആരോടെങ്കിലും ഇത് പറയണം, ആ ഒരു ടെൻഷൻ. ആ ടെൻഷൻ ട്രിഗർ ചെയ്തുകൊണ്ട് പുള്ളിക്കാരുടെ ആ ഗെയിം ഉണ്ടല്ലോ, മറ്റേ ഗെയിം, ഒറ്റപ്പെടൽ ഗെയിം അങ്ങനെ പൊളിഞ്ഞ് പാളീസായി എന്ന് പറഞ്ഞാൽ മതി. അപ്പം തന്നെ ഓടി ആരുടെ അടുത്തേക്ക്? ആദിലയുടെ അടുത്തേക്കും. അപ്പോൾ ആദിലയുടെ അടുത്തും പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞ് നൂറയുടെ അടുത്തും പറഞ്ഞു, ലാസ്റ്റായപ്പോൾ ഷാനവാസിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരുടെ ഗെയിം ഇവിടെ പൊളിക്കാൻ പറ്റി അനീഷിന്. ഇനി ഒരു സംഭവം എന്ന് വെച്ചാൽ അനീഷിൻ്റെ ആണെങ്കിലോ ഈ റിയാക്ഷൻ കൊണ്ട് അനീഷ് കുറേ നേരം നടന്നു കേട്ടോ. കുറേ നേരം അവിടെ പോയിട്ട് എന്ത് പണിയെടുക്കുമ്പോൾ അനീഷ് മിണ്ടുന്നില്ല. അതിൽ സംസാരിച്ചാലും മിണ്ടുന്നില്ല, ഒരാളോട് മിണ്ടാതെ നടക്കുന്നു. അത് എനിക്കൊരു ഡ്രാമയായിട്ട് എനിക്ക് തോന്നി. അതൊരു ഫേക്ക് ആണോ എന്ന് എനിക്ക് ഡൗട്ട്. അതൊരു കണ്ടന്റിന് വേണ്ടി ഉണ്ടാക്കിയതാണോ എന്ന് ഡൗട്ടുണ്ട് എനിക്ക്. കാരണം പുള്ളിക്കാരൻ്റെ കണ്ടന്റ് കുറവാണ് ഈ കുറച്ച് നാളായിട്ട്. അപ്പോൾ ഈ ഒരു കണ്ടന്റ് ലെവലിൽ പോയതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ മിണ്ടാതിരിക്കുന്നതും അത് വിട്ടുകളഞ്ഞതും. പിന്നെ ജയിൽ നോമിനേഷൻ അനുമോൾ എടുത്തിട്ടതും. അതുകൊണ്ട് എനിക്ക് തോന്നിയത് അത് ചിലപ്പം പുള്ളിക്കാരൻ ഇട്ട ഗെയിം ആയിരിക്കാം. അത് ഗെയിം നടക്കാതെ വന്നപ്പോൾ അതങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ ഫുൾ ഡ്രാമ അതങ്ങ് ഷോയിലേക്ക് ഇട്ടു. അല്ലെങ്കിൽ ആരാണ് ഷോയിൽ വന്നിട്ട് ഈ 9 ദിവസം നിൽക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് പറയാം. ഇത് ശരിക്കും പറഞ്ഞാൽ 2 കൂട്ടർക്ക് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇല്ലയെന്ന് ഞാൻ പറയില്ല, 2 കൂട്ടർക്ക് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. പോസിറ്റീവേ അല്ല ഈ സംഭവം. കാരണം നെഗറ്റീവ് എന്തുകൊണ്ടാണ് ഞാൻ പറയാം. നമ്മുടെ അനീഷിനെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ അനീഷിനെ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ അനീഷിനെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അനീഷ് എന്നുള്ള വ്യക്തി ശ്രീവിരുദ്ധ എന്ന് പറഞ്ഞിട്ടാണ് കയറി വന്ന വ്യക്തി. പിന്നെ സ്വന്തമായിട്ട് അഭിപ്രായമുണ്ട്, പക്ഷെ അതൊന്നും ഇല്ല, കുറച്ച് നാളായിട്ട് ഇല്ല. അനുമോളുടെ അടിമയായിട്ട് മാറുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന് ശേഷം ഈ സംഭവം കൂടി വരുമ്പം അതൊക്കെ കൂടുതൽ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് നെഗറ്റീവ് ആവും, അനീഷിന് കുറച്ച് നെഗറ്റീവ് ആവും. പക്ഷേ അനുമോളെ സംബന്ധിച്ച് അത് കൂടുതൽ നെഗറ്റീവ് ആവും. കാരണം അനുമോളുടെ ഭാഗത്തു നിന്നാണ് കുറച്ച് ഇനീഷ്യേറ്റീവ്സ് ആദ്യം കൊണ്ടേ കൊടുത്തത്. ഒരാൾക്ക് ആശ കൊടുക്കുക എന്ന് പറയില്ലേ, അത് അനുമോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അനുമോൾക്ക് കറക്റ്റായിട്ട് നോ എന്ന് പറഞ്ഞ് അങ്ങനെ കർശനമായിട്ട് എനിക്ക് പോകാൻ പറ്റാഞ്ഞത്. അതവിടെ അനുമോൾ പെട്ടുപോയി. അത് തന്നെയാണ് ആദില, ഷാനവാസ്, നൂറയൊക്കെ പറയുന്നത്. അനുവാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുന്നത് കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ അനുവിന് നെഗറ്റീവ് ആവുന്നുള്ള പേടി.
ആ അപ്പം അതുകൊണ്ട് അല്ലെങ്കിൽ അനുവിന് സുഖമായിട്ട് പറയാം എനിക്ക് പറ്റില്ല കേട്ടോ, ചേട്ടനെ പോലെ ഞാൻ കരുതിയെന്ന് പറയാം. പക്ഷെ പറ്റില്ല ഇപ്പം. അതുകൊണ്ട് അനുവിന് നല്ല വിഷമമുണ്ടാവും. അതാണ് ടെൻഷനും. അതുകൊണ്ട് ഈ ദിവസം അനുവിൻ്റെ എന്താണ് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അങ്ങ് മാറ്റി കിട്ടിക്കൊണ്ട് ആ വീടൊരു ഐശ്വര്യം വെച്ചിട്ട് സത്യം പറയാം, വീട്ടിൽ ഇപ്പോൾ എല്ലാവരും സമാധാനം സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. ഫിനാലെ വീക്കിലേക്കായി, ഒരു ലാസ്റ്റ് വീക്കെൻഡാണ് വരുന്നത്. ഇനി എത്ര പേര് ഇവിടെ നിന്ന് എവിക്റ്റ് ആവുമെന്ന് അറിയില്ല. ലാസ്റ്റ് വരുന്ന എത്രയാണോ, ടോപ്പ് 6 ടോപ്പ് 7 ഒക്കെ വരാം, അല്ലെങ്കിൽ ടോപ്പ് 5 ആവാം. ഈ 3 പേര് എവിക്റ്റ് ആണ്, ടോപ്പ് 5 ആവാം, എന്തോ ആയിക്കോട്ടെ. അല്ലെങ്കിൽ ചിലപ്പോൾ മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാവും. ഇനിയും അതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അടുത്ത ഫൈനലെ വീക്ക്, അതായത് ഇനി ഒരു 9-8 ദിവസം ഉണ്ട്. ആ ദിവസം ഹാപ്പി ആയിട്ടും കുറച്ച് കൺട്രോളായിട്ട് ഇങ്ങനെ അൺനെസസറി അലിഗേഷൻസും ഒക്കെ ഇടാതെ പോകാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് അല്ലേ, നമുക്കൊക്കെ കാണാനായിട്ട്. അപ്പോൾ അതാണ് അവർ ചെയ്യുന്നത്. ഇനി റീ എൻട്രി ഒക്കെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ആ അന്തരീക്ഷം പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തപ്പോഴാണ് അനീഷ് ഇതിട്ടതും അനുമോൾ ആ ഗെയിമൊക്കെ നിർത്തി ഇപ്പം നോർമലായിട്ട് എല്ലാവരോടും സംസാരിക്കും. എന്തിനു പറയുന്നു, അക്ബറോട് പോയി സോറി പറഞ്ഞു. അക്ബറോട് സോറി, അനുമോൾ ഒരു കാര്യത്തിനും സോറി പറഞ്ഞിട്ടില്ല. അക്ബർ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലൂടെ പറയുന്നുണ്ടായിരുന്നു, ആയിക്കൂടെ സോറി പറഞ്ഞിട്ടുള്ള അപ്പാനിയോടാണ് അനുമോൾ ആ ബിൻസിയുടെ കേസൊക്കെ എടുത്തിട്ടപ്പം. അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമായിരുന്നു. അതിൽ അപ്പാനിയോട് സോറി പറഞ്ഞു അപ്പം തന്നെ. അതുകൊണ്ടാണ് അത് വലിയ ഇഷ്യൂ എന്നാണ്. അത് അപ്പോൾ സോറി പറഞ്ഞ് അങ്ങ് തീർത്തു. അപ്പോൾ അവിടെ മാത്രമേ പുള്ളിക്കാരി സോറി പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഒരാളുടെ കേസിലും ഒരു അലിഗേഷൻസിലും ഒരു കാര്യത്തിലും പുള്ളിക്കാരി സോറി പറഞ്ഞിട്ടില്ല. അത് ആര്യൻ്റെ കേസിലൊക്കെയാണ്. അപ്പം അത് ഇപ്പം അനുമോൾ അവിടെ പോയി സോറി പറഞ്ഞത് നല്ലൊരു കാര്യം. അത് വലിയ ടേണിംഗ് പോയിൻ്റാണ്. അനുമോൾക്ക് തന്നെ ചെറുതായി നെഗറ്റിവിറ്റി കുറയ്ക്കാനൊരു ഫീലിംഗ് വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു അത് പറഞ്ഞത്. അതെന്തായാലും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇനി ഞാൻ പറയുകയാണെങ്കിൽ ഇന്നലത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാം. അപ്പോൾ ഇതാണ് അനീഷും അനുമോളുടെ സ്ഥിതി. ഇനി എനിക്കറിയില്ല ഇവർ എങ്ങനെ പോവും. ഈ വീക്കെൻഡിൽ വന്നിട്ട് ലാലേട്ടൻ വന്നിട്ട് എന്നെയും പറഞ്ഞു കഴിയുമ്പോൾ ഇവർ ശരിയാവോ, ഇനി പറയുമോ? കാരണം ഇത് സോൾവ് ചെയ്ത് അനീഷ് ഇത് പബ്ലിക്കാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഇത് അനുമോൾ ഓൾറെഡി പബ്ലിക് ആക്കി. കുറച്ച് പേര് മാത്രമേ വീട്ടിൽ അറിയാത്തുള്ളൂ, 2 പേര് അല്ലേ. അപ്പം ലാലേട്ടൻ ചിലപ്പോൾ പറയുവാണെങ്കിൽ ഇതിനൊരു കൺക്ലൂഷൻ കിട്ടുമായിരിക്കും. മിക്കവാറും എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ കിട്ടും. ഇല്ലെങ്കിൽ ചിലപ്പോൾ കണ്ടിന്യൂ ആയിരിക്കും. എന്താണെന്ന് നമുക്ക് അറിയാം. ഈ വീക്കെൻഡ് ആകുമ്പോൾ ഒരു ഇതുണ്ടാവും. ഇനി ഇത് കഴിഞ്ഞിട്ട് റീ എൻട്രി വരുമ്പം ഈ ഷോയോട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരും എടുത്ത് ഇത് കളിക്കാൻ സാധ്യത. റീ എൻട്രി വരുമ്പോൾ ആ ഒരു ദിവസം അവരെന്തെങ്കിലുമൊക്കെ സ്പാർക്കിലിട്ട് പോകാൻ സാധ്യതയുണ്ട്, ഇത് പഴയ കണ്ടസ്റ്റൻസ്. അപ്പോൾ അത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇവരുടെ കേസ്. ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്നലത്തെ കുറച്ച് ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ മണി ടാസ്ക്. വേറെ കാറിൽ പോയിട്ട് ഇത്ര സമയത്ത് 1 മിനിറ്റിനുള്ളിൽ ഇത്രയധികം പാക്കറ്റ് ഉണ്ട്, 3 പേർക്ക് ഇറങ്ങിപ്പോയി എടുക്കാം. പക്ഷെ അവർ അതിനുള്ളിൽ എത്തിയില്ലെങ്കിൽ അവർ ഔട്ടാവും. നല്ലൊരു ടാസ്ക് ആയിരുന്നു. അതിൽ എത്ര പേരാണ് ഡെയറിങ് ആയിട്ട് വന്നത്? ഞാനത് ആലോചിച്ചാണ്. ആദ്യം എൻ്റെത് നെവിനാണ്. നെവിൻ അതൊരു ടെൻഷൻ ഉണ്ടല്ലോ. നെവിൻ പറഞ്ഞു ഞാൻ കളിക്കാം, പക്ഷേ നെവിനോട് പറഞ്ഞു പറ്റില്ല. അത് കാരണം നെവിൻ വിചാരിച്ചത് മണി റിലേറ്റഡ് അല്ല, മറ്റേ ബിഗ് ബാങ്ക് വീക്കിനല്ല, ഇത് വേറെയാണെന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരൻ എൻ്റെ. പക്ഷേ പുള്ളിക്കാരൻ്റെ ആ ധൈര്യത്തെ ഞാൻ പറയും. നെവിൻ എനിറ്റു, ആദിൽ ഓഫ് കോഴ്സ് എനിക്കും, കാരണം അതിലേക്ക് ഓൾറെഡി 100 ഉണ്ട്. അപ്പോൾ അതിലേക്ക് റിസ്ക് എടുക്കാം. പിന്നെ അനുമോൾ എനിറ്റു, അക്ബർ എനിറ്റു. അനുമോൾ അതിന് ഞാൻ പറയാം, അനുമോളോട് ഞാൻ ഹാറ്റ്സ് ഓഫ്. അത് നന്നായി. അങ്ങനെ ചെയ്യാൻ ഞാൻ എന്താ, അനീഷ് എന്താ ചെയ്യാൻ? ഞാൻ ഷാനവാസ് ചെയ്തില്ല, അനീഷ് ചെയ്തില്ല, സാബുമാൻ ചെയ്തില്ല. അതെന്താ? നൂറവിന് വിട്. നൂറവിന് ടിക്കറ്റ് ഫിനാലെ ഇട്ടുകൊണ്ട് അവിടെ ഇരിക്കുവാണ്. നൂറയ്ക്കും ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം, അവിടെ എല്ലാവർക്കും ചെയ്യാവുന്ന ടാസ്ക്കാണ്. ഇത് റിസ്ക് എടുക്കുന്നുണ്ട്, എന്താ കുഴപ്പം? അകത്ത് വന്നാൽ നിങ്ങൾ കയറുന്നുള്ളതാണ്. ഇങ്ങനെയല്ലേ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ കൊടുക്കുക കണ്ടസ്റ്റൻസ്. അല്ലാതെ അവിടെ വന്ന് അനീഷ് പറയുന്ന പോലെ 200 ദിവസം 100 ദിവസം ഇരിക്കാനാണോ നമ്മൾ ബിഗ് ബോസിൽ കയറുന്നത്? അനീഷിന് ഇനി അവിടെ 100 ദിവസം 200 ദിവസം ഇരിക്കണം എന്നുള്ളതാണ് അനീഷിൻ്റെ എയിം. അല്ലാതെ ടാസ്ക് കളിക്കണമെന്നോ അതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ കൊടുക്കണമെന്നോ ശരിക്കും പിന്നെ ബിഗ് ബോസ് വിന്നേഴ്സും ഞാൻ കുറച്ച് റിസ്ക് ഒക്കെ എടുക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കണം. അത് ഇവർ റെഡിയായി. അതുകൊണ്ട് ഞാൻ ഇവർക്ക് ഹാറ്റ്സ് ഓഫ് കൊടുക്കുന്നു. ശരിക്കും സത്യമായിട്ടും നെവിന് പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ആദ്യമേ ഇറങ്ങിപ്പോകും. പുള്ളിക്കാരൻ ഒരു കുഴപ്പമില്ല, ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വന്ന ആളാണ്. അപ്പോൾ അത് യൂസ് ടു ആയതുകൊണ്ട് ഒരു കുഴപ്പം, പേടിയൊന്നുമില്ല ആ കാര്യത്തിൽ. അപ്പോൾ ഇവർ 3 പേരാണ് പോയത്. ആദില, അനുമോൾ, അക്ബർ. നന്നായിട്ട് ടാസ്ക് കളിച്ചു, അവർ തിരിച്ചെത്തി. അനുമോൾക്കാണ് കുറച്ച് കൂടുതൽ കിട്ടിയത് പാക്കറ്റ്. എന്തോ 20,000-ൻ്റെ 7 പാക്കറ്റ് കിട്ടി. പിന്നെ അക്ബറിന് 4 പാക്കറ്റും അതിലേക്ക് 1 കിട്ടുള്ളൂ. അവരെന്തായാലും ഈക്വലി ഡിവൈഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡിസൈഡ് ചെയ്തിട്ട് പോയത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് കിട്ടിയത്. അപ്പോൾ നന്നായിട്ട് കളിച്ചു. അതെനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നി. അനീഷിനോടൊക്കെ ഈ കാര്യത്തിൽ എനിക്ക് വീക്കായിട്ട് തോന്നി. കാരണം വെച്ചാൽ നിങ്ങൾ റിസ്ക് എടുക്കണം. നിങ്ങൾ എന്തിനാണ് അവിടെ പോയത്? ബിഗ് ബോസിൽ വെറുതെ ഇരിക്കാനാണോ, നടക്കാനാണോ പോയത്? അതല്ല പ്രേക്ഷകർ കാണേണ്ടത്. പ്രേക്ഷകർ അനീഷിനെ ഹീറോ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഹീറോ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. അത് കാണിക്കാൻ പറ്റണം. അത് പറ്റുന്നില്ല. കണ്ടസ്റ്റൻസ് അത്രയും പോരാട്ടോ. ഈ സീസണിൽ വളരെ മോശമാണ് ശരിക്കും പറഞ്ഞാൽ. അത്ര ഡെയറിങ്ങും അത്ര റിസ്ക് എടുക്കാനുള്ള ആൾക്കാരുണ്ടായിരുന്നു, അവരൊക്കെ പുറത്തുപോയി. അതല്ലാതെ ഇപ്പോൾ സേഫ് ശരിക്കും പറഞ്ഞാൽ PR ഒക്കെ വെച്ച് സേഫായിട്ട് കുറച്ച് ഫാൻ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. റിസ്ക് ഷാനവാസിന് ഒരു ജയിലിൽ പോകുന്ന കാര്യം, ജയിൽ നോമിനേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ജയിൽ ഈ തവണ ഇല്ല. ജയിൽ നോമിനേഷൻ ശരിക്കും പറഞ്ഞാൽ ചെറുത് ചെയ്യിപ്പിച്ചതാണ്. ആ ജയിൽ നോമിനേഷൻ ചെയ്തപ്പം നൂറയും സാബുമാനുമാണ് ജയിൽ നോമിനേഷൻ വന്നത്. അതിൽ എന്താണ് ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോവാം എന്ന് പറഞ്ഞപ്പം അവിടെ അയ്യോ ഇനിയിപ്പോൾ പുറത്ത് വിടുമെന്ന് പേടിപ്പിച്ച ആളാണ് ഷാനവാസ്. ഇത്ര പേടി
ഇത് ഗെയിം ഷോ ആണ്. ഇതിൽ ഔട്ടാവും ഇന്നാവും അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഒരാളെ വിന്നറാവുള്ളൂ, അത് ആരും ആയിക്കോട്ടെ. പക്ഷെ അവിടെ നിങ്ങൾ അവിടെ ഓർത്തിരിക്കണമെങ്കിൽ നിങ്ങളവിടെ എന്തെങ്കിലും ചെയ്തിരിക്കണം. അല്ലാതെ അവിടെ വന്ന് 5 പേരിൽ ടോപ്പ് 5 എന്നുണ്ടെങ്കിൽ ആൾക്കാർ ഓർക്കൂല. അവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഓർക്കുള്ളൂ. കാരണം നാദിറിനെ ഓർമ്മയില്ലേ നിങ്ങൾക്ക് സീസൺ 5 എന്തുകൊണ്ടാണ്? നാദർ അവിടെ വിന്നറായിരുന്നോ? അല്ല, പുള്ളിക്കാരൻ ടിക്കറ്റ് ഫിനാലൊക്കെ ജയിച്ചു, നല്ല രസമായിട്ട് പുള്ളിക്കാർ കളിച്ചതാണ്. അതിൻ്റെ പണപ്പെട്ടി എടുത്ത് പോയ ആളാണ് നാദിറ, ഓർക്കുന്നില്ലേ? അങ്ങനെ ചെറിയ ചെറിയ ജെംസ് ഉണ്ടാവും, ആ ജെംസിനെ ഓർക്കണം. അല്ലാതെ അവർ വിന്നറായതുകൊണ്ട് മാത്രം ഓർക്കുന്നത്. റിയാസിനെ എന്തുകൊണ്ടാണ് ഓർക്കുന്നത്? അപ്പം ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്. അത് മനസ്സിലാക്കിയിട്ടില്ല ഇവർ ഇപ്പോഴും. അതും കളിക്കും. സാബുമാനൊക്കെ വെറുതെയാണ്, പാനിക്. എന്ത് വന്നാലും പുള്ളിക്കാരൻ പാനിക്കാണ്. പുള്ളിക്കാരൻ ആയിക്കൂടെ ഉള്ള സംഭവം എന്ന് വെച്ചാൽ മുട്ട, ഇന്ന് ജയിൽ നോമിനേഷൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്. പ്രോട്ടീൻ, മുട്ട, ഫുഡ്, ഇതിലല്ലാതെ പുള്ളിക്കാരൻ രോക്ഷം കൊള്ളൂല. ഇന്നുണ്ടായിരുന്നു പുള്ളിക്കാരന് ഒരു എഗ്ഗേ കിട്ടിയുള്ളൂ, ബാക്കി 2 കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ എന്താ ശപിക്കുന്നുണ്ടായിരുന്നു. ആ എടുത്ത ആൾ നശിച്ചു പോട്ടേന്നും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിക്കാം, ഇതേ രോക്ഷം തന്നെ അത് ജയിൽ നോമിനേറ്റ് ചെയ്തപ്പം, സാബുവിനെ ജയിൽ നോമിനേറ്റ് ചെയ്തപ്പം ഇന്ന് ജയിൽ നോമിനേഷനിൽ പറഞ്ഞതാണ് എല്ലാവരും, ഇതേ രോക്ഷം തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലും കാണിക്കാം, അല്ലാതെ ഇതിന് ഫുഡിന് മാത്രം കടന്ന് പറയരുതെന്നുള്ളത്. അത് സാബുമാൻ നല്ലോണം കൊണ്ടിട്ടുണ്ട്. അതുപോലെ സാബുമാൻ നല്ലപോലെ അനുമോളെ നോമിനേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ. അനുമോൾക്ക് ശരിക്കും കൊണ്ടു. ഏതാണ് PR-ൻ്റെ കാര്യവും അനുമോളുടെ സപ്പോർട്ടിൻ്റെ കാര്യവും പിന്നെ ഇവിടെ കാണിക്കുന്നതൊക്കെ മറ്റേ താപ്പാണ്, ഇരട്ടത്താപ്പ്, അങ്ങനെയൊക്കെ പലതും പറഞ്ഞു പുള്ളിക്കാരൻ. ദേഷ്യം വന്നിട്ട് അതൊന്ന് വായ തുറന്നങ്ങ് സംസാരിച്ചു. എന്തായാലും നന്നായി. ഇപ്പോഴെങ്കിലും എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും, ക്ലിപ്പെങ്കിലും എന്താ സംസാരിച്ചിരുന്നു. അപ്പം സാബുമാൻ എന്നുള്ള വ്യക്തി അവിടെ, ഇതാണ് സാബുമാൻ്റെ പ്രശ്നം. പിന്നെ സാബുമാനെ ഫുള്ളി ഈ ആഴ്ച മുന്നേ സാബുമാനെ നരുമാൻ എന്നാണ് വിളിക്കുന്നത്. എക്സ്പോസ്ഡ് ആണ്. നമ്മുടെ നാരദൻ്റെ സംഭവം, നരുമാൻ, അതാണ് പുള്ളിക്കാരൻ്റെ പേര്. അത് പുള്ളിക്കാരനെ ഫുൾ എക്സ്പോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന്. എന്താ ഈ ആഴ്ച മുഴുവൻ നെവീനും അതിലെ എല്ലാവരും, അനുമോളും എല്ലാവരും ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജയിലിൽ പോകുമ്പോൾ കുറച്ച് വിഷമമുണ്ടായിരുന്നു. കാരണം അറിയോ, ഇങ്ങനെ ടാർഗറ്റ് കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ആ ഒരു ടാർഗറ്റ് കിട്ടിയപ്പോൾ ആ ഒരു പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പറയുന്നുണ്ടായിരുന്നു അക്ബറിനോട്, എനിക്ക് ഭയങ്കര വിഷമം. അപ്പോൾ അക്ബർ, ഇതാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്ര നാളായിട്ട്, നീ ഇപ്പോഴെങ്കിലും അനുഭവിച്ചല്ലേ, ഇപ്പോഴല്ലേ നീ അനുഭവിച്ചെന്ന്. അത് കറക്റ്റ് പോയിൻ്റാണ്. അപ്പോൾ എന്തായാലും സാബുമാനും നൂറയാണ് ജയിലിലൊക്കെ ഒന്ന് പോയിട്ട് വന്നത്. അതെന്തായാലും നന്നായി. അവരൊക്കെ എല്ലാവരും പോട്ടെ, അവിടെ എല്ലാവരും ജയിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെ ഇരിക്കണം. അത് നന്നായി. അതൊക്കെ ഒരു രസമാണല്ലേ, ഒരു എക്സ്പീരിയൻസ്. ദാറ്റ്സ് ഇറ്റ്. ഇനി എന്തായാലും ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് വേറെ ആൾക്കാരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാൾ ബെസ്റ്റ് ക്യാപ്റ്റൻസി ഇല്ല. അപ്പോൾ ഇനി ബെസ്റ്റ് പെർഫോമർ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നെവീനെയാണ് എടുത്തത്. റീസൺ ഒന്നേ ഉള്ളൂ, പുള്ളിക്കാരൻ കിച്ചണിൽ കയറി. അനുമോളുടെ ആ ഇഷ്യൂ ഉണ്ടായാലും കിച്ചണിൽ പുള്ളിക്കാരൻ കയറി. പുള്ളിക്കാരൻ്റെ ആ വിഷമം ഉണ്ടായിരുന്നല്ലോ, ടാസ്ക് കളിക്കാൻ പറ്റത്തില്ല എന്നുള്ള വിഷമം ഉണ്ടായിട്ട് പോലും ബാക്കിയെല്ലാം കൈകാര്യം ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും നോമിനേറ്റ് ചെയ്തത്. അതുകൊണ്ട് പുള്ളിക്കാരൻ ഒരു മട്ടൻ ബിരിയാണി എന്തോ കിട്ടി. അത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തു കേട്ടോ. അതേസമയം ജയിലിൽ കിട്ടിയായിരുന്നു കുറച്ച് ഫുഡ്, എന്താണ് സാൻഡ്വിച്ച്, ഇതൊക്കെ അവിടെ എല്ലാവരും കഴിക്കുന്നതായിരുന്നു. പുള്ളിക്കാരൻ ലാസ്റ്റ് എന്തൊക്കെയോ കൊടുത്തത്. അന്നേരം നൂറൊക്കെ പറയുന്നത് നെവിനെ വിളിക്കരുത്, നെവിൻ വരണ്ട, നെവിനെ പറയണ്ടെന്നൊക്കെ. അതാണ് രണ്ടുപേര്. അത് നെവിനൊരു പോസിറ്റിവിറ്റി അതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇപ്പം പോയെ ഇവരുടെ നെഗറ്റിവിറ്റി ഇതാണ്. ഇവർ ചില സാധനങ്ങളൊക്കെ അവരെന്നെ ആയിരിക്കും മുട്ടയൊക്കെ എടുത്തത്. എനിക്കറിയില്ല ആരാ എഗ്ഗൊക്കെ എടുത്തതെന്ന്, നമ്മുടെ സാബുമാനൊക്കെ. അതൊക്കെ ചിലപ്പോൾ ലാലേട്ടൻ കാണിക്കുമായിരിക്കും. ആ പോസിറ്റിവിറ്റി എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം നെവിൻ ലാസ്റ്റ് ആയപ്പം നെവിൻ എല്ലാം വിട്ടിട്ട് ഇനിയിപ്പോൾ ഫൈനൽ വീക്കായി. ഇനി എന്തിനാണ് ഇവിടെ ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അത് എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ്. അതിൻ്റെ ആവശ്യമില്ല. ഇത് ഗെയിം ഷോ ആണ്, ഇവിടെ ഇട്ടിട്ട് പോവാം എല്ലാ ദേഷ്യവും. അപ്പം അനുമോളുടെ ഭാഗത്തു നിന്ന് നല്ലൊരു സംഭവമൊക്കെ ഉണ്ടായി. എന്തായാലും മാപ്പ് ചോദിക്കലും അക്ബറോട് മാപ്പ് ചോദിക്കാൻ ആ ഒരു സന്ദർഭം ഉണ്ടാക്കിയത് അനുമോൾ നല്ലൊരു കാര്യം എന്ന് ഞാൻ പറയുള്ളൂ. അക്ബറിന് ശരിക്കും പറഞ്ഞാൽ പല കാര്യങ്ങൾക്കും അക്ബറിന് വിഷമം ഉണ്ടായിട്ടുണ്ടോ. കാരണം ഹിപ്പോപ്പൊട്ടാമസും അങ്ങനത്തെ പല വാക്കുകൾ അനുമോളുടെ വായിൽ നിന്ന് വരുന്ന പല വാക്കുകൾ നമുക്ക് കറക്റ്റല്ല. പുള്ളിക്കാരിക്ക് എഗെയിൻസ്റ്റ് അങ്ങനെ ആരും അലിഗേഷൻ ഇട്ടിട്ടില്ല. പുള്ളിക്കാരിയാണ് എല്ലാവർക്കും അലിഗേഷൻസ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അക്ബർ പറഞ്ഞ ആ സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് അക്ബറിനോട് മാപ്പ് ചോദിക്കേണ്ട ഇതുണ്ട് അനുമോൾക്ക്. അത് ചോദിച്ചിട്ടില്ല എന്നില്ല, ഇന്ന് ചോദിച്ചു. അത് നല്ല കാര്യം എന്നേ ഞാൻ പറയുള്ളൂ. അത് ചോദിച്ചതൊക്കെ വളരെ നല്ല പോസിറ്റീവ്. അതുകൊണ്ട് വീട് മൊത്തം ഒരു പോസിറ്റിവിറ്റി വന്നു ശരിക്കും പറഞ്ഞാൽ. എന്തായാലും അനീഷ് പറഞ്ഞിട്ടുണ്ട് ഈ ചാപ്റ്റർ ക്ലോസ് ആണ് ഉണ്ടാകുന്നത്. അനീഷിന് ഈ ചാപ്റ്റർ എടുക്കാൻ താല്പര്യമില്ല കേട്ടോ, അത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അനീഷ് അവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരുവിധം അത് ഫെയിലിയറാന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കും ക്ലോസ് ചെയ്യുന്നുണ്ടാവുക എന്തായാലും. അപ്പം ഇനി ജയിലും പെർമനൻ്റ്ലി ക്ലോസ്ഡ്. അപ്പോൾ ഇന്നത്തോടെ ജയിലും ക്ലോസ് ആയി, ഒന്നുമില്ല. ഇനി നമുക്ക് ഇനി ഫൈനാലെ വീക്കിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് കാണാം എന്തൊക്കെ ഉണ്ടാവുന്നു. എന്തായാലും അക്ബർ വില്ലനാണെന്ന് അക്ബറിന് ഇപ്പോൾ മനസ്സിലായി. മുഴുവൻ വീട് അക്ബറിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. അക്ബറിന് ഇന്നാണ് മനസ്സിലാവുന്നത്. അതിലൂടെ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനാണല്ലേ ഇവിടുത്തെ വില്ലൻ. അതേ അക്ബർ ആയിരുന്നു വില്ലൻ. അക്ബർ അറിയാതെ അക്ബർ വില്ലൻ. അത് കോമഡിയാണ് അല്ലേ. ഒരു വില്ലൻ ഈ സീസണിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഷാനവാസാണ് ആ ബിൽഡപ്പ് ഉണ്ടാക്കി കൊടുത്തത് അക്ബറിന്. ശരിക്കും ഷാനവാസിൻ്റെ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അക്ബറിൻ്റെ അത്രയും കണ്ടന്റെങ്കിലും അക്ബറിൻ്റെ പേര് പോപ്പുലർ ആവാൻ കാരണം ഷാനവാസാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ. അപ്പോൾ നെവീന അപ്പോൾ എന്തായാലും ഹാപ്പി ആക്കിയിട്ട് ഇരിക്കുന്നത്. പുള്ളിക്കാരനാണ് ഈ സീസണിലെല്ലാം കുറേ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞവിടെ ഇത് പറയുന്നുണ്ട്. അതൊക്കെ രസമാണ്. ശരിയാണ്,
ഡിഫറെൻറ്റ് ക്യാരക്ടറായിരുന്നു കേട്ടോ. ഐ മീൻ ആദ്യം ഇറിറ്റേഷൻ തോന്നിയെങ്കിലും പിന്നെ പോയ ഒരു ഡിഫറെൻറ്റ് ഒരു വെറൈറ്റി ക്യാരക്ടറായിട്ട് തോന്നി എനിക്ക്. പുള്ളിക്കാരൻ കാണിക്കുന്നത്, പുള്ളിക്കാരൻ ചീത്ത പറഞ്ഞാൽ പോലും എനിക്ക് പലപ്പോഴും അത് ചീത്തയായിട്ട് തോന്നാറില്ല. അതെന്തുകൊണ്ടെന്നറിയില്ല. അത് ആ പറയുന്ന ടോണാണ് ചീത്ത. അങ്ങനെ മോശം വേർഡ്സ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പുള്ളിക്കാരൻ പറയില്ലേ നീ മാറടി എന്നൊക്കെ പറയാൻ, ആ രീതി കൊണ്ടായിരിക്കാം അവിടുത്തെ ആൾക്കാർക്കും ഒന്നും തോന്നാത്തത്. സീരിയസ് ആയിട്ട് എടുക്കാറില്ല എന്നില്ല പുള്ളിക്കാരൻ. ആ സീരിയസ് ആയിട്ട് എടുത്തത് കഴിഞ്ഞ ക്യാപ്റ്റൻസിയിലെ സമയത്ത് മാത്രമാണ്. ആ സമയത്ത് മാത്രമാണ് പുള്ളിക്കാരൻ രൗദ്ര രൂപത്തിൽ അങ്ങ് വന്നത്. അതുവരെ എന്ത് പറഞ്ഞാലും ആരുമേ ഒന്നും കരുതിയിട്ടില്ല. നെവിനല്ലേ അതെന്തെങ്കിലും പറഞ്ഞിട്ട്, അനുമോൾ ഒഴികെ. അനുമോൾക്കാണ് കുറച്ചെങ്കിലും നെവിനോട് ചെറിയ ഗ്രഡ്ജ് തോന്നിയിട്ടുള്ളത്. ബാക്കി എല്ലാവരും അങ്ങനെ കൺസിഡർ ചെയ്തിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും കക്കും മോഷ്ടിക്കും അങ്ങനത്തെ ഒരു രീതിയിലാണ് കാണുന്നത് പുള്ളിക്കാരൻ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നാളെ എവിക്ഷനാണ്, ആരൊക്കെ പോകുമെന്നറിയില്ല. ഇനി ഒരാളാണോ പോവുക, ഇനി രണ്ടുപേര് പോകുമോ, ടോപ്പ് 6 ആക്കുമോ, ഇനി 7ൻ്റെ പണിയല്ലേ, ഇനി ടോപ്പ് 7 ആയിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ ടോപ്പ് 7 ആണെങ്കിൽ മിക്കവാറും മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാവും. മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും വരും. ഈ മിഡ് വീക്ക് എവിക്ഷനിലേക്ക് എല്ലാ നോമിനേഷനിലാവും. ഇല്ലെങ്കിൽ ടോപ്പ് 5 ഇന്ന് ഈ തവണ 3 പേര് പോകുമെങ്കിൽ ടോപ്പ് 5 ആവും. അങ്ങനെയാണെങ്കിൽ 100 ഫിനാലിയിലേക്ക് തന്നെ ടോപ്പ് 5ലേക്ക് വരും. ഇല്ലെങ്കിൽ മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവരും പിന്നെയും നോമിനേഷനിലേക്ക് വരും കേട്ടോ അടുത്ത ആഴ്ച. അപ്പോൾ നമുക്ക് നോക്കാം ഈ തവണ എന്താ ചെയ്യുന്നത്. ഇനി 100 അതിലെയൊക്കെ ഒരുമിച്ചാക്കുമോ? എനിക്ക് അതൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. 100 അതിലെ ഒരുമിച്ചൊരു കണ്ടസ്റ്റൻ്റ് ആക്കുമോ? ലാസ്റ്റ് വീക്കിൽ അവർ വന്നപ്പോൾ അങ്ങനെയായിരുന്നല്ലോ, ഇനി ആക്കിയാലോ? അങ്ങനെയാണെങ്കിൽ ടോപ്പ് 6 ആയിരിക്കും, അതിന് ടോപ്പ് 5. ഈ ആഴ്ച 2 പേര് പോകണമെങ്കിൽ ടോപ്പ് 5 കിട്ടും. അങ്ങനെ 100 അതിലും കൊണ്ട് ഒരു കണ്ടസ്റ്റൻ്റ് ആകും. അങ്ങനെ ആകുമ്പോഴും അവർക്ക് ബെനിഫിറ്റ് ആണ്. കുറച്ചുകൂടി വോട്ട് ബാങ്ക് കൊടുത്തില്ലേ, 2 വോട്ട് ബാങ്ക് കൂടെ ഒരുമിച്ച് വരില്ലേ, ഇല്ലെങ്കിൽ മറ്റൊരു റിസ്ക് ഇല്ലാവില്ലേ? അറിയില്ല എന്താ ചെയ്യാന്നറിയില്ല. ബിഗ് ബോസ് അല്ലേ, ബിഗ് ബോസിൻ്റെ ഷോ, ബിഗ് ബോസിൻ്റെ നിയമം. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ കൂട്ടുന്നു, അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ പിരിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. നമ്മളിത് കാണും, നമ്മൾ അഭിപ്രായം പറയും, അത്ര തന്നെ. അപ്പോൾ ഇതൊക്കെ ഉണ്ടായുള്ളൂ. അപ്പം നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡ് റിവ്യൂ ആയിട്ട് കാണാം. അതുവരെ ബൈ.